നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മധുരക്കിഴങ്ങ് കൊണ്ട് നല്ല അടിപൊളി ഒരു മിൽക്ക് ഷേക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ട് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയണം. അപ്പോൾ നല്ല മധുരക്കിഴങ്ങനെ നോക്കി വാങ്ങട്ടെ എല്ലാവരും. ഇത് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാട്ടോ. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല രസമുണ്ടായിരുന്നു സംഗതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്കും കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കാൻ ഞങ്ങൾ അന്തം വിട്ടുപോയി. ഇതാ കുടിച്ചു നോക്കൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 കിലോ ഉണ്ടാവും. ഒരു 250 ഗ്രാം ഉണ്ടാവും കേട്ടോ. നമ്മൾ 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഷേക്ക്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോയിലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തിരുന്നു. അത് 10,000 കണക്കിന് ആളുകളാണ് കണ്ടത് കേട്ടോ. അതിൽ വളരെ സന്തോഷം, എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന്. ഇനി അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടിന് പ്രതീക്ഷിക്കുക കേട്ടോ. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിടാം. നമുക്ക് കുക്കറിലിട്ടൊന്ന് 2 വിസിൽ എടുക്കണം കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നല്ല മധുരക്കിഴങ്ങ് നോക്കി വാങ്ങാം കേട്ടോ. ഇതിൽ കേടൊന്നും ഇല്ലാത്ത നല്ലത് നോക്കി വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ 1/4 കിലോ മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആൾ ഒക്കെ അങ്ങനെ വീട്ടിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരക്കിഴങ്ങ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കാം കേട്ടോ. അത് വെന്ത് വരാനുള്ള വെള്ളം അത് മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ 2 വിസിൽ അടുപ്പിച്ചെടുത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ച് ഒരു 10 മിനിറ്റോളം ആവി പോണ വരെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടു. ഇതെല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടു. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. നമുക്ക് ചൂടാറിയതിന് ശേഷം ആണ് നമുക്ക് അടുത്ത പരിപാടി കേട്ടോ. ചൂടാറാൻ വെക്കാം. അപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തോടൊക്കെ തന്നെ നമ്മൾ ഈ ജാറിലേക്ക് നമ്മൾ ഒഴിച്ചെടുക്കാൻ പോകണ്ട. വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മധുരക്കിഴങ്ങ് ഇത് മഞ്ഞപ്പൊടി ഇട്ടൊന്നുമല്ല കേട്ടോ. അത് മധുരക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മഞ്ഞ കളർ വരും കേട്ടോ. അത് സ്വാഭാവികമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ അവനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം പിന്നെ ഈ മധുരക്കിഴങ്ങിൽ അത്യാവശ്യം ഒരു ചെറിയ മധുരം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലൊക്കെ ഉണ്ടാക്കുന്നതിനനുസരിച്ച് മധുരം കൂട്ടി ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച കട്ടാക്കി എടുത്ത 1/2 ലിറ്റർ പാല് നമ്മൾ ഇതിലേക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഏലക്ക ചതച്ചത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടി നമ്മുടെ അടുത്തില്ല. പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഏറ്റവും നല്ലത് കേട്ടോ. അതില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു ബൂസ്റ്റ് 5 രൂപയുടെ ബൂസ്റ്റ് ഇല്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതുണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല രസമാകുമല്ലോ, അതിനാണ് ബൂസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ലവണ്ണം അരയണം കേട്ടോ. അത് നല്ലവണ്ണം അരയണ രീതിയിൽ നമുക്കിത് കറക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് കറക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി തുറന്ന് നോക്കാം നമുക്ക്. ഈ കണ്ടോ എന്താ ഷെയ്ക്ക്. പിന്നെ എന്താ സ്മെല്ല് വരുന്നത്. ആ ഏലക്കായൻ്റെ പൊടി ബൂസ്റ്റിൻ്റെ ഒക്കെ ചേർന്നപ്പോഴേ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരിനി പിന്നെയും ചോദിക്കും.
അപ്പോൾ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് മിൽക്ക് ഷേക്ക് നല്ല അടിപൊളി കേട്ടോ. കേട്ടോ, ഇത് ഒന്നിങ്ങനെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നമുക്ക് മുതിർന്നവർക്കും കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ് കേട്ടോ. മിൽക്ക് ഷേക്ക് തന്നെയാണ് അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 1/4 കിലോ മധുരക്കിഴങ്ങും 1/2 ലിറ്റർ പാലും ഉണ്ടെങ്കിൽ ഒരു 4 പേർക്ക് ഇതേപോലത്തെ ഗ്ലാസ്സിൽ കുടിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.